നമസ്കാരം, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്തുള്ള മലങ്കര ഡാമിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ അകലെയായിട്ടാണ് കോളപ്ര പാലം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളീ കാണുന്നതാണ് കോളപ്ര പാലം. ഒട്ടനവധി സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള പാലമാണ് ഈ കാണുന്നത്. താഴെ കാണുന്നത് കാഞ്ഞാറാണ്. മലങ്കര ഡാമിൻ്റെ റിസർവോയറിൽപ്പെട്ട വെള്ളമൊക്കെയാണ് ഈ കാണുന്നത്. ഈ പാലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരു സമയം ഒരു വണ്ടി മാത്രമേ അക്കരയ്ക്ക് കടന്നു പോകത്തുള്ളൂ. 220 മീറ്ററാണ് ഈ പാലത്തിൻ്റെ മൊത്തം നീളം. 2 കാറുകൾക്ക് പോകാനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ നടുഭാഗത്ത് സിഗ്നൽ വെച്ചിട്ടുണ്ട്, ഒരു പച്ച ലൈറ്റും ഒരു ചുമല ലൈറ്റും. പച്ച ലൈറ്റ് കണ്ടാൽ മാത്രമേ നമ്മൾ പാലത്തിൻ്റെ അക്കരയ്ക്ക് യാത്ര ചെയ്യാൻ പാടുള്ളൂ. ചുമലയാണെങ്കിൽ അക്കരയിൽ നിന്ന് വാഹനം വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ 2 വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇല്ല. ഇവിടെ നിന്ന് വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റും. തൊട്ടടുത്താണ് മലങ്കര ഡാം ഉള്ളത്. ഈ കാണുന്നതാണ് മലങ്കര ഡാം. മലങ്കര ഡാമിൽ ഇപ്പം വെള്ളമൊക്കെ തുറന്നു വിട്ടിരിക്കുകയാണ്. 5 ഷട്ടറുകളാണ് മലങ്കര ഡാമിന് ഇപ്പോൾ ഉള്ളത്. ഇപ്പം മഴക്കാലമായതിനാൽ ഡാമൊക്കെ നിറഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് ഷട്ടറുകളെല്ലാം തന്നെ ഓപ്പണാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ഡാമിലെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് ആസ്വദിക്കാം. ഡാമിൻ്റെ താഴ്ഭാഗത്തുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കുള്ള എൻട്രി വേറെയാണ്. അവിടെ പാസ് എടുക്കണം, ഒരാൾക്ക് 20 രൂപ. ഡാമിനോട് ചേർന്ന് തന്നെ മനോഹരമായൊരു പാർക്കൊക്കെ ഉണ്ട്. അവിടെ പോയി ഇരിക്കാനൊക്കെ രസമാണ്. പക്ഷെ ഡാമിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി ഒന്നും അനുവദനീയമല്ല. അതുകൊണ്ടാണ് ഡാമിൻ്റെ താഴ്ഭാഗത്തേക്ക് വന്ന ഡാം കുറച്ചുകൂടി അടുത്ത് കാണാനൊക്കെ സാധിക്കും. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഡാമിൻ്റെ താഴ്ഭാഗത്തേക്ക് വന്നത്. അയ്യപ്പനും കോശി സിനിമയിലെ പോലീസുകാരനായ അനിൽ നെടുമങ്ങാടിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അനിൽ നെടുമങ്ങാട് ഈ ഡാമിൻ്റെ മുകൾ ഭാഗത്ത് കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ചെളിയിൽപ്പെട്ട് മരിച്ചത്. വെള്ളം തുറന്നുവിടുന്ന സമയമായതിനാൽ ഇവിടെ ആൾക്കാർ മീൻ പിടിക്കാനൊക്കെ നിൽപ്പുണ്ട്. കാരണം ധാരാളം മീനുകളൊക്കെ ഡാമിൽ നിന്ന് പുറത്തേക്ക് ചാടുന്ന സമയം കൂടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.